ഹായ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മള് കൊച്ചിയിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ, എറണാകുളത്ത് നിന്ന് പോയിട്ട് കണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് കണ്ടിട്ട് വരാൻ പറ്റിയ കുറച്ച് ലൊക്കേഷൻസ് നോക്കിയപ്പോഴാണ് നമുക്ക് അരീക്കൽ വാട്ടർഫാൾസ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൂടെ മിസ്രിയ ഉണ്ട്, മാഷിദ ഉണ്ട്, ഇദ്രീസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ യൂബർ വിളിച്ചിട്ട് പോകാൻ പോവാണ്. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, കാറുള്ള ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്കാരൻ ബിസി ആയതുകൊണ്ടാണ് നമുക്ക് പുള്ളിക്കാരനെ കിട്ടാത്തത്. അപ്പൊ നമ്മള് യൂബർ വിളിച്ചിട്ട് എന്തായാലും അരീക്കൽ വാട്ടർഫാൾസിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നെത്തിയത് ബുഹാരി ഹോട്ടലിൽ. അവിടെ കാർ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ അമൻ ബ്രോ ഉണ്ട്. അമൻ ബ്രോ ഫോട്ടോ വെച്ച് തന്നെയാണ്. ലക്ഷദ്വീപ് നേരത്തെ ഒരുപാട് യൂബറിലൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇദ്രീസ് ഉണ്ട്, മാഷിദ ഉണ്ട്. ഇദ്രീസിന്റെ അടിപൊളി പാട്ടൊക്കെ നമുക്ക് ഇടക്ക് കേൾക്കുന്നുണ്ട്. മിസ്രി നാട്ടിലുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് വാട്ടർഫാൾസ്, അവിടുത്തെ കുളിക്കാൻ പറ്റുമോ. നമ്മളെന്തായാലും കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കുളിച്ചിട്ട് കുറച്ച് നീന്തിയിട്ട്, എന്തായാലും ദ്വീപിന്ന് വരികയാണല്ലോ, എന്തായാലും നീന്തണം. കുറച്ച് ഫ്രീ ആയിട്ട് നീന്തിയിട്ട് അങ്ങനെ ഒരു അടിപൊളിയായിട്ട് വരാം. अब तुम्हारा मेरा एक है कारवां, तुम जहां में वहां। मैं अगर कहूँ हम सफर मेरी, अब सरा हो तुम या कोई फरी, तारीफ ये भी तो सच है कुछ भी नहीं। ടിക്കറ്റ് കൗണ്ടർ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മളിങ്ങനെ അരീക്കൽ വാട്ടർഫാൾസിൽ വന്നെത്തിയപ്പോഴാണ് നമ്മുടെ സംസാരം കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഡേവിഡ് ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ദ്വീപിലൊക്കെ വന്നിട്ടുണ്ട്, ബംഗാരം, കവരത്തി, അഗത്തിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദ്വീപുകാരുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടാ കണ്ടതിൽ സന്തോഷം. ഇവിടെ കാണാമെന്നാണ് ഫാമിലിയായിട്ട് എപ്പോൾ ചെന്നാലും ഒരു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് കള്ളന്മാരില്ലാത്ത, കൊലപാതകമില്ലാത്ത, പട്ടിയില്ലാത്ത, പാമ്പില്ലാത്ത ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ. കണ്ണും പൂട്ടി നമുക്ക് ഏത് രാത്രിയോടും നടക്കാം. കാരണം ഞങ്ങൾ വന്നിട്ട് ഞങ്ങളൊരു വീട് ഇവിടെ വാടകയ്ക്ക് എടുത്തായിരുന്നു. പക്ഷെ ഞങ്ങളെ സ്പോൺസർ ചെയ്ത അദ്ദേഹം 1 രൂപയുടെ ഫുഡ് പോലും പുറത്ത് കഴിപ്പിക്കാൻ സ്കൂളിൽ സമ്മതിച്ചില്ല. അത് ഒരു ദിവസം സാധാ ഭക്ഷണമാണെന്നല്ല, എന്തെല്ലാം തരത്തിൽ സൽക്കാരപ്രിയർ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള വ്യക്തികളെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏറ്റവും സ്നേഹമുള്ള, ഒരു കളങ്കമില്ലാത്ത നല്ല മനുഷ്യരാണ്. എൻ്റെ ബ്രദർക്ക് അവിടെ AC റെഫ്രിജറേഷൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ബ്ലൂ സ്റ്റാറിൻ്റെ. പണ്ട് എൻ്റെ ചേട്ടൻ വരുമായിരുന്നു. അതിനേക്കല്ലപ്പുറം 4 വർഷം മുമ്പ് ഞങ്ങളവിടെ വന്നിരുന്നു. ഇനിയും വരാൻ ആഗ്രഹിക്കുന്നു. എടുത്തു പറയേണ്ടത് അവിടെ ഏറ്റവും സ്നേഹമുള്ള, ഒരു കളങ്കമില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്.
നമ്മളിപ്പോ അരീക്കൽ വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഒരു ചരിത്രം ജസ്റ്റ് നോക്കിയപ്പോ കാണുന്നത്, ഇത് പമ്പക്കുട എന്ന് പറയുന്ന ഒരു മലനിരകളുടെ ഇടയിൽ നിന്നാണ് ഇതിന്റെ വെള്ളം ആദ്യമായിട്ട് വരുന്നത്. അത് വന്നിട്ട് ഇത് നാച്ചുറൽ ആയിട്ട് ഫോം ആയ ഒരു വെള്ളച്ചാട്ടമാണ്. ഇത് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഇവിടുത്തെ ലോക്കൽസും വില്ലേജേഴ്സും ഒക്കെ വന്നിട്ട് അവരുടെ വീക്കെൻഡ്സിലും വെക്കേഷൻസിലൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യുന്ന ഒരു ചെറിയ സ്പോട്ടാണ്. അങ്ങനെ കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടാണ് ഇവിടെ ഫേമസ് ആകുന്നത്. ഇപ്പോ വീക്കെൻഡ്സിലും നോർമൽ ഡേയ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് കുളിച്ചിട്ട് ഒക്കെ പോവാം. ചെറിയ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സ് മാറാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കടകളും എല്ലാം ഉണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ്. നമ്മള് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായിട്ട് വരുന്നത്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്, ആദ്യമായിട്ട് വരുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ്. ക്ലൈമറ്റും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കുറച്ച് മഴയോ കാറ്റിൽ മഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് പക്കവടയും പഴംപൊരിയും ചായയും ഒക്കെ കുടിച്ച് നമ്മൾ നേരെ എറണാകുളത്തോട്ട് വെച്ച് പിടിച്ചു. ചെറിയൊരു